സ്നേഹരാഗം ഭാഗം 51. കീർത്തന അർജുൻ മടങ്ങി വരണേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചിരുന്നു. വാതിൽ തുറന്ന നിമിഷം കണ്ണുനീരാൽ അവൾക്ക് മുന്നിൽ നിൽക്കുന്ന അർജുനെ കാണാൻ കഴിഞ്ഞില്ല. അർജുൻ ഒന്നും മിണ്ടാതെ അവളെ മറികടന്ന് അകത്തേക്ക് കയറി. അവൻ ഹാളിലിരുന്നു. കയ്യിലെ കവർ ടീപ്പോയിൽ വെച്ചു. ശ്രീകുട്ടിയെ കാണാൻ അവൻ്റെ മനസ്സ് വെമ്പിയിരുന്നു. തൻ്റേതല്ലെങ്കിലും അവൻ ശ്രീകുട്ടിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവളുടെ ആ പപ്പാവിളി അവൻ മറ്റെന്തിനേക്കാളും ആസ്വദിച്ചിരുന്നു. അവൻ മിണ്ടാതെ കൈകൾ കൂട്ടിത്തിരുമ്മി ഇരുന്നു. കീർത്തന തലകുനിച്ച് അവൻ്റെ മുന്നിൽ നിന്നു. കുറച്ചുനേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. പിന്നെ ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അർജുൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഒരുപാട് ആലോചിച്ചു. 2-3 ദിവസമായി ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ട്. ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. എന്താകും അവൻ പറയാൻ പോകുന്നത്? അവൾ അവൻ്റെ മുഖത്തേക്ക് ജിജ്ഞാസയോടെ നോക്കി. തനിക്ക് അനുകൂലമായ ഒരു നല്ല തീരുമാനം അവൻ എടുക്കണേ ദേവി എന്നവൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. എനിക്ക് ശ്രീകുട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ അവളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഇനിയുള്ള സ്വപ്നം അവൾ മാത്രമാണ്. അവളെ ഞാൻ അടുത്തറിഞ്ഞതു മുതലാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടായത്. അവളുടെ കുസൃതികളും കളിയും ചിരിയും എല്ലാം ഞാൻ ആസ്വദിക്കുന്നു. ഇനിയും അവളുടെ കൂടെ അതേ സന്തോഷത്തിൽ മുന്നോട്ടു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് തീരുമാനിക്കാം എന്തു വേണമെന്ന്. എന്തായാലും അത് തുറന്നു പറയുകയും ചെയ്യാം. ഞാൻ തോറ്റത് ശ്രീകുട്ടിയുടെ മുന്നിലാണ്. അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ സ്വരം ചെറുതായി ഇടറുന്നുണ്ടായിരുന്നു. ഞാൻ നന്ദനയോട് വലിയ തെറ്റാണ് ചെയ്തത്. ആ തെറ്റിന് ദൈവം തന്ന ശിക്ഷയാണ് നീ എന്നോട് കാണിച്ചത്. അത് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം, അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിക്കാതിരിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. അക്കാര്യം എനിക്കുറപ്പാണ്. പിന്നെ നിനക്ക് എപ്പോഴാണ് തെറ്റുപറ്റിയത്? എനിക്കറിയില്ല. ശ്രീകുട്ടിയെ കാണാതെയിരിക്കാൻ എനിക്കാവില്ല. അവളെ എനിക്ക് അത്രയ്ക്കിഷ്ടമാണ്, അവൻ തുടർന്നു. എനിക്ക് നിന്നോട് ക്ഷമിക്കാനാകും. ഞാൻ അതിന് തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. നന്ദന വളരെ നല്ലവളായിരുന്നു, അതെനിക്കറിയാം. നിന്നോടുള്ള ഭ്രാന്തമായ സ്നേഹത്തിൽ ഞാൻ അവളെ പാടെ അവഗണിച്ചു. എനിക്ക് നിന്നോടുള്ളത് വെറും ഇഷ്ടമായിരുന്നില്ല, ഭ്രാന്തായിരുന്നു, പ്രണയത്തിൻ്റെ ഭ്രാന്ത്. എല്ലാ തെറ്റുകളും പൊറുത്ത് കഴിഞ്ഞതെല്ലാം മറന്ന് ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ റെഡിയാണ്. അതിനായാണ് ഞാൻ വന്നത്, അവൻ പറഞ്ഞു നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അവളിൽ നിന്നും ഒരു തേങ്ങലുയർന്നു. അർജുൻ, അവൾ ഇടറിയ സ്വരത്തിൽ വിളിച്ചു. നിന്നോട് ക്ഷമ പറയാൻ പോലും എനിക്ക് അർഹതയില്ല. അത്രയ്ക്ക് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. ഞാൻ നിന്നോട് വലിയ ക്രൂരതയാണ് കാണിച്ചിട്ടുള്ളത് എന്ന ബോധ്യം എനിക്കുണ്ട്. എനിക്ക് അന്ന് അങ്ങനെയൊരു തെറ്റ് പറ്റിപ്പോയി. അതിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അവളുടെ ഓരോ വാക്കിലും കുറ്റബോധം നിറഞ്ഞു നിന്നു. എനിക്കു പറ്റിയ തെറ്റിൽ ഞാൻ ഉരുകുകയാണ്. അർജുനെ ഞാൻ വഞ്ചിച്ചു എന്ന് ആലോചിക്കുമ്പോൾ അവൾ വിതുമ്പിപ്പോയി. ശ്രീമോളെ ഓർത്ത് മാത്രമാണ് ഞാൻ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത്. അവൾക്ക് കഴിഞ്ഞുപോയതിൽ നല്ല കുറ്റബോധമുണ്ടെന്ന് അവന് മനസ്സിലായി. താനും ഒരു വലിയ തെറ്റ് ചെയ്തുകൊണ്ടാണ് കീർത്തനയുടെ ജീവിതത്തിലേക്ക് എത്തിയത്. അതേ തെറ്റ് തനിക്ക് കീർത്തനയിലൂടെ ദൈവം തന്നതാണ് എന്ന് അവന് തോന്നിപ്പോയി. എല്ലാം ക്ഷമിച്ചുകൊണ്ട് നിങ്ങളുമായി ഒരു നല്ല ജീവിതം തുടങ്ങാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അവൻ പതിയെ എഴുന്നേറ്റ് കീർത്തനയ്ക്ക് മുന്നിലെത്തി. അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി. അവൻ വിരലുകൾ കൊണ്ട് ആ മുഖത്തെ കണ്ണുനീർ തുടച്ചു. അവൾ ഏങ്ങലടിച്ചുകൊണ്ട് അയാളുടെ മാറിലേക്ക് വീണു. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. അവൾ ശരിക്കും പെയ്തൊഴിയുകയായിരുന്നു. ഒരുപാട് നേരം അവൾ കരഞ്ഞു. തൻ്റെ തെറ്റ് അവൾ ആ കണ്ണീരിലൂടെ കഴുകിക്കളയുകയായിരുന്നു. അവൾ ഇനിയൊരിക്കലും ഒരു തെറ്റിലേക്കും മാറിപ്പോകില്ല എന്ന ദൃഢനിശ്ചയം അവൾക്കുണ്ടായിരുന്നു. ശ്രീകുട്ടി സ്കൂൾ ബസ് ഇറങ്ങിയപ്പോഴാണ് അവൾ അർജുൻ്റെ കാർ ശ്രദ്ധിച്ചത്. പപ്പ വന്നിട്ടുണ്ടല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അത്യാഹ്ലാദത്തോടെ വീടിനു നേരെ ഓടി. അവൾ ഹാളിലേക്ക് കയറിയപ്പോൾ അർജുൻ അവിടെ ഇരിപ്പുണ്ട്. അവൾ മിണ്ടാതെ മുഖം കുനിച്ച് പിണങ്ങി നിന്നു. അവനെ ശ്രദ്ധിക്കാതെ ബാഗഴിച്ചു. മോളെ, അവൻ വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. പപ്പയോട് ഞാൻ പിണക്കമാ. എത്ര ദിവസമായി പപ്പ പോയിട്ട്? അവൾ ചോദിച്ചു.
തന്നെ കാണാത്തതിൽ പരിഭവപ്പെട്ടു നിൽക്കുകയാണ് അവൾ എന്നവന് മനസ്സിലായി. അവൻ അവളുടെ അടുത്ത് ചെന്ന് അവളെ വാരിയെടുത്തു, കവിളിൽ ചുംബിച്ചു. മോൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ പപ്പ പോയത്? ഞാൻ മോൾക്ക് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ പറഞ്ഞപ്പോൾ അവളുടെ പരിഭവം അലിഞ്ഞില്ലാതെയായി. ചോക്ലേറ്റ് ഉണ്ടോ പപ്പ? ചോക്ലേറ്റും ഐസ്ക്രീമും എല്ലാം ഉണ്ട്. അവൻ പറഞ്ഞപ്പോൾ അവൾ അർജുൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ആ കുഞ്ഞു മനസ്സിൻ്റെ സന്തോഷം അവൻ തൊട്ടറിഞ്ഞു. മറ്റെന്തിനേക്കാളും തൻ്റേതല്ലാഞ്ഞിട്ടു പോലും അവളെ താൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. തനിക്ക് ഇനിയെല്ലാം അവർ മാത്രമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തൻ്റേതായ ലോകത്ത് സന്തോഷത്തിൻ്റെ വെളിച്ചം വീശാൻ ശ്രീകുട്ടിക്കു മാത്രമേ കഴിയൂ എന്നവന് ബോധ്യമായിരുന്നു. ഇനിയുള്ള കാലം അവളുടെ പപ്പയായി സന്തോഷത്തോടെ ജീവിക്കാൻ അവൻ തീരുമാനിച്ചു. അവളെ താൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. കീർത്തനയും തൻ്റെ തെറ്റ് തിരുത്തി അർജുൻ്റെ കൂടെ നല്ലൊരു ഭാര്യയായി തുടരാൻ തീരുമാനിച്ചു. അർജുൻ മേപ്പാട്ടേക്ക് തന്നെ താമസം മാറാൻ തീരുമാനിച്ചിരുന്നു. കീർത്തന എതിർപ്പൊന്നും പറഞ്ഞില്ല. അവൾ തീർത്തും മാറിക്കഴിഞ്ഞിരുന്നു. അവർ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് മേപ്പാട്ടേക്ക് പോകാനിറങ്ങി. അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് ആ വീടിൻ്റെ പടിയിറങ്ങി. അർജുനും കീർത്തനയും മേപ്പാട്ടേക്ക് എത്തിയപ്പോൾ സമയം വൈകുന്നേരമായിരുന്നു. അർജുൻ്റെ കാറിന് പിന്നാലെ സാധനങ്ങൾ കയറ്റിയ ഒരു വാൻ കൂടി വന്നതോടെ ചന്ദ്രൻ ആശ്ചര്യപ്പെട്ടു. കാറിൽ നിന്നും അർജുൻ്റെ കൂടെ കീർത്തനയും ശ്രീമോളും ഇറങ്ങിയപ്പോഴാണ് സാധനങ്ങളുമായി വന്ന വാൻ എന്തിനാണെന്ന കാര്യം ചന്ദ്രന് മനസ്സിലായത്. ഒരു തരത്തിൽ അവന് അടുത്തുണ്ടാകുന്നത് ചന്ദ്രന് ആശ്വാസമായിരുന്നു. അവൻ ഹാളിലേക്ക് കയറി. മടിച്ച് കീർത്തനയും. അവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി. നീ അകത്തേക്ക് ചെല്ല്, അർജുൻ പറഞ്ഞപ്പോൾ ശ്രീകുട്ടിയുടെ കയ്യും പിടിച്ച് കീർത്തന അകത്തേക്ക് കയറി. അർജുൻ ചന്ദ്രൻ്റെ അരികിലേക്ക് ചെന്നു. അച്ഛാ, ഞാൻ ശ്രീകുട്ടിയെ സ്വന്തം മോളെപ്പോലെയാണ് കണ്ടിരിക്കുന്നത്. അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പിന്നെ ഞാനും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിന് തക്കതായ ശിക്ഷയും എനിക്ക് കിട്ടി. കീർത്തനയുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു, അവൻ പറഞ്ഞു നിർത്തി. ചന്ദ്രന് അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലായി. നന്ദന ഇനി തിരിച്ചു വരില്ല. അപ്പോൾ പിന്നെ അവൻ്റെ ജീവിതം അവൻ തന്നെ തെരഞ്ഞെടുത്തു എന്ന് സമാധാനിക്കേണ്ടി വരും എന്ന അവസ്ഥയിലായിരുന്നു അയാൾ. നിന്റെ ജീവിതം തീരുമാനിക്കേണ്ടത് നീയാണ്. ഇനിയൊരു പ്രശ്നവുമില്ലാതെ നിന്റെ കുടുംബം മുന്നോട്ടു പോകട്ടെ. അതല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ അയാൾക്കായില്ല. അർജുൻ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച് കൂലി കിട്ടാനായി കാത്തുനിൽക്കുന്ന വാനിൻ്റെ ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്നു. അവൻ കാശ് എണ്ണി അയാളുടെ കയ്യിൽ വെച്ചു. പിന്നെ മേപ്പാട് തറവാടിൻ്റെ പടികൾ കയറി. പുതിയ തീരുമാനങ്ങളിലേക്കും പുതിയ ജീവിതത്തിലേക്കും അയാൾ നടന്നു കയറി. വയലോലകളെ തഴുകി ഇളം കാറ്റ് കടന്നു പോകുന്നു. വയൽ വരമ്പിലെ തെങ്ങുകൾ എല്ലാം പതിയെ തലയാട്ടി നിൽക്കുന്നു. പുതിയ വസന്തത്തിനെ വരവേൽക്കാനെന്നവണ്ണം ചെറിയ പുൽനാമ്പ് മുതൽ വലിയ മരങ്ങൾ വരെ സന്തോഷത്തോടെ കാറ്റിൻ്റെ താളത്തിൽ ആടി ഉല്ലസിച്ച് രസിക്കുകയാണ് എന്നു തോന്നും. കുഞ്ഞിനെയും മടിയിൽ വെച്ച് ജാനു പുറത്തെ കസേരയിലിരിപ്പുണ്ട്. അവളുടെ കളിയും ചിരിയും വീക്ഷിച്ചുകൊണ്ട് കൃഷ്ണനും മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. ജാനുവിന് കുറച്ച് ദിവസമായി ഒരു സങ്കടം മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. ദേവൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. കൂടെ നന്ദനയെയും കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ജാനുവിന് വലിയ വിഷമമായത്. കുഞ്ഞുമായി അവർ അത്രമാത്രം ആത്മബന്ധം പുലർത്തിയിരുന്നു. അവൾ കൂടി പോവുകയാണെന്നോർക്കുമ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഇവിടെ നിന്നും മാറി നിന്നാൽ നന്ദനയ്ക്കത് വലിയ മാറ്റമായിരിക്കും എന്നാണ് ദേവൻ്റെ നിലപാട്. അതുമാത്രമല്ല, തൻ്റേതല്ലാഞ്ഞിട്ട് കൂടി ആ കുഞ്ഞിനെ അവനും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. നന്ദനയെയും കുഞ്ഞിനെയും ഇവിടെ തനിച്ചാക്കി പോകുന്ന കാര്യം അവന് ആലോചിക്കാൻ കൂടി വയ്യ. അതാണ് സത്യം. ഇവൾ പോയാൽ വീണ്ടും നമ്മൾ തനിച്ചാകും, ജാനു വിഷമത്തോടെ കൃഷ്ണനെ നോക്കി പറഞ്ഞു. കൃഷ്ണനും അക്കാര്യം ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയും ആസ്വദിച്ചിരിക്കുമ്പോൾ സമയം കടന്നു പോകുന്നത് അവർ അറിയാറേയില്ല.
എന്നാൽ നന്ദന ദേവൻ്റെ കൂടെ പോകുന്നതിൽ അവർക്ക് സന്തോഷമാണ്. ഒപ്പം അവരെ പിരിയേണ്ടി വരുമല്ലോ എന്ന സങ്കടവും. നന്ദന അകത്ത് ബാഗെല്ലാം പാക്ക് ചെയ്യുകയാണ്. ദേവൻ അവളെ ശ്രദ്ധിച്ച് അവിടെ തന്നെ നിൽപ്പുണ്ട്. അവൾ പുറംതിരിഞ്ഞു നിന്ന് അലമാരയിൽ നിന്നും സാരി എടുക്കുകയായിരുന്നു. അപ്പോഴാണ് ദേവൻ പിറകിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചത്. അവൾ ഒന്ന് ഞെട്ടിപ്പോയി. കുളി കഴിഞ്ഞ് ടവൽ കൊണ്ട് തലമുടി കെട്ടിവെച്ചിട്ടുണ്ട്. മുഖത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന മുടിയിഴകളിൽ ചെറുതായി വെള്ളം ഇറ്റു വീഴുന്നു. അവൻ അവളെ തിരിച്ചു നിർത്തി ആ കവിളിൽ ചുംബിച്ചു. പിന്നെ അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു. അവൾ ആകെ കോരിത്തരിച്ചുപോയി. ദേവേട്ടാ, ഞാനിപ്പോൾ കുളിച്ചേയുള്ളൂ, ഇനിയും കുളിക്കാൻ എനിക്ക് വയ്യ, അവൾ ദേവൻ്റെ ചെവിയിൽ പറഞ്ഞു. ആയിക്കോട്ടെ, ഒന്നുകൂടി കുളിച്ചോ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. പിന്നെ അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവൾ പിന്നെ എതിർത്തില്ല. അവൻ അവളുടെ സാരി പതിയെ അവളിൽ നിന്നും മാറ്റി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ മിഴികൾ അടച്ചുപോയി. അവൻ അവളിൽ പ്രണയത്തിൻ്റെ സാഗരം സൃഷ്ടിക്കുകയായിരുന്നു. അവൾക്കുമേൽ അവൻ കാമത്തിൻ്റെ മഴയായി പെയ്തിറങ്ങി. അവൾ അവനിൽ നിന്നും വിട്ടുപോരാൻ മടിച്ച് അവൻ്റെ കൂടെ ആ പ്രേമസാഗരത്തിൽ അലിഞ്ഞു. ദേവൻ അയാളുടെ സ്നേഹമെന്ന പട്ടത്തിൻ്റെ നൂലുകൾ പൊട്ടിച്ച് മുഴുവൻ സ്നേഹവും അവൾക്ക് നൽകുകയായിരുന്നു. നന്ദന മെല്ലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ദേവൻ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. അവൾ പതിയെ ആ കൈകളെടുത്ത് മാറ്റി. പിന്നെ പുതച്ചിരിക്കുന്ന പുതപ്പെടുത്ത് ദേഹത്ത് ചുറ്റി പതിയെ എഴുന്നേറ്റു. ഒരു നിമിഷം അവനെ നോക്കി. പിന്നെ ആ കവിളിൽ ഒന്ന് ചുംബിച്ചു. അവൻ്റെ കാൽച്ചുവട്ടിൽ കിടന്നിരുന്ന സാരിയും ബ്ലൗസും എടുത്ത് അവൾ വാഷ്റൂമിലേക്ക് ഒരു ചെറുപുഞ്ചിരിയോടെ നടന്നുപോയി. അവൾ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും ദേവൻ കിടക്കുകയായിരുന്നു. കുളി കഴിഞ്ഞോ? അവൻ തലയണ ചാരി വെച്ച് കിടന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ കുളിച്ചേയുള്ളൂന്ന്, ഇനിയും ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്, അവൾ പറഞ്ഞു. നീ ഇങ്ങ് വാ, അതൊക്കെ പിന്നെ എടുത്തു വെക്കാം, അവൻ അവളെ അടുത്തേക്ക് വിളിച്ചു. കൊഞ്ചല്ലേ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ അവളെ നോക്കി ഏറെ നേരം അങ്ങനെ തന്നെ ഇരുന്നു. ഇങ്ങനെ തൻ്റെ ജീവിതം മാറിമറിയും എന്നവൻ കരുതിയിരുന്നില്ല. അവൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം മുഴുവൻ ഒരു പിശുക്കും കാണിക്കാതെ അവൻ അവൾക്ക് നൽകി. അവൾ എല്ലാം ആസ്വദിക്കുകയായിരുന്നു. അവൾ തൻ്റെ ജീവിതത്തിൽ ഇത്രയും മനോഹരമായ ദിനങ്ങൾ വന്നു ചേരുമെന്ന് കരുതിയിരുന്നില്ല. അവൾ അവളുടെ ജീവിതത്തിൽ ഇത്രയും സന്തോഷിച്ച ദിനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ. അവൾക്ക് ഇപ്പോൾ ഓരോ നിമിഷം പോലും മറക്കാനാകാത്തതായിരുന്നു. അവൾ ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് ദേവനരികിലിരുന്നു. അവൻ മയക്കത്തിലാണ്. അവൻ്റെ മുഖത്തേക്ക് ഒരുപാട് നേരം നോക്കി അങ്ങനെ ഇരുന്നു. അവന് തന്നോട് ഇത്രയധികം സ്നേഹമുണ്ടായിരുന്നു എന്നവൾ അറിഞ്ഞിരുന്നില്ല. രാവിലെ നേരത്തെ എണീറ്റ് പോകാനുള്ള തിരക്കിലാണ് നന്ദനയും ദേവനും. കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. നന്ദന കുളിച്ചു വന്ന് നീലയിൽ വെള്ളപ്പൂക്കളുള്ള ചുരിദാർ എടുത്തണിഞ്ഞു. ദേവൻ ഇതുപോലെ സന്തോഷിച്ച് തിരികെ പോയിട്ടില്ല. രണ്ടുപേരും ഒരുങ്ങിയിറങ്ങി. കുഞ്ഞിനെയും ഡ്രസ് ചേഞ്ച് ചെയ്തു കൊടുത്തു. ജാനുവിനും കൃഷ്ണനും സങ്കടം പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. നീതുവും അമ്മയും നേരത്തെ തന്നെ വന്നിരുന്നു. അവരോടെല്ലാം യാത്ര പറഞ്ഞ് ദേവനും നന്ദനയും കാറിൽ കയറി. എയർപോർട്ടിന് മുന്നിൽ കാർ വന്നു നിന്നു. അതിൽ നിന്നും നന്ദനയും കുഞ്ഞും ദേവനും ഇറങ്ങി. ലഗേജുമായി പാസ്പോർട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞ് അവർ അകത്ത് ഫ്ലൈറ്റിനായി കാത്തിരിക്കുകയാണ്. അനിതയും നീതുമോളും കൃഷ്ണനും ജാനുവുമെല്ലാം അവരെ യാത്രയാക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ നന്ദനയുടെ മനസ്സിൽ കഴിഞ്ഞുപോയ കാലത്തെ ഓർമ്മകൾ അവളെ വന്ന് തഴുകി. പ്രഭാവതിയുടെ കാര്യമറിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിൽ വലിയ ഒരു നീറ്റൽ തങ്ങി നിന്നിരുന്നു. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അവൾ അങ്ങോട്ടും പറഞ്ഞിരുന്നു. അയാളോട് മാത്രമേ അവൾക്കതെല്ലാം പറയാനുണ്ടായിരുന്നുള്ളൂ. അവൾ മെല്ലെ മിഴികൾ തുറന്നു. കുഞ്ഞ് തോളിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. അവൾ മെല്ലെ തല ഉയർത്തി ദേവനെ ഒന്ന് നോക്കി. പിന്നെ മെല്ലെ അയാളുടെ തോളിലേക്ക് തല ചായ്ച്ചു. അവർ പുതിയ വസന്തം തേടി, പുതിയ സ്വപ്നങ്ങൾ കണ്ട്, പുതിയ പ്രതീക്ഷയിലേക്ക് ഒരുമിച്ച് പറന്നുയരുകയായിരുന്നു. അവരുടെ സ്വപ്നങ്ങൾക്ക് വർണ്ണച്ചിറകേകി അവർ ദൂരേക്ക് പറന്നുയർന്നു.
ദേവൻ്റെയും നന്ദനയുടെയും ജീവിതകഥ ഇവിടെ അവസാനിക്കുകയാണ്. അവർ അവരുടെ പ്രതീക്ഷകളിലേക്ക് സന്തോഷത്തോടെ പറന്നു പോകട്ടെ. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഇനിയും തുടർന്നുള്ള കഥകളിൽ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ.